ഓവർ തിങ്കിങ് ഒളിമ്പിക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷയം സോഷ്യൽ മീഡിയ. ഇപ്പൊ മൊത്തം എഐന്റെ ഒരു സോഷ്യൽ മീഡിയ. ഇപ്പം നമ്മളെ പണ്ട് ആദ്യം ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയ ടൈം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നമ്മൾ മെയിൻ ആയിട്ട് ഫോട്ടോ ഇടുക, ലൈക്ക് വാങ്ങുക, ചോദിച്ചു വാങ്ങുക, അതെല്ലാം നമ്മളെ മെയിൻ പരിപാടി. ഇപ്പൊ മാറി. ഇപ്പം എഐ വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതാ പരിപാടി. പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പം മാറിയിട്ട് എല്ലാരും ഇൻകം ഉണ്ടാക്കുന്ന റവന്യൂ. നമ്മളാതൊക്കെ പോലെ പോഡ്കാസ്റ്റ് തുടങ്ങിയ വെച്ചാൽ വെറുതെ ഒരു ലൈക്കിന് വേണ്ടിയിട്ടല്ല, പൈസ അതിലേക്കൂടെ എന്തെങ്കിലും റവന്യൂ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ റവന്യൂ ഉണ്ടാക്കാന്നില്ല. റവന്യൂ യൂട്യൂബ് തന്നെ ഇപ്പൊ തുടങ്ങി വെച്ചോന്നല്ലേ പൈസ. പക്ഷെ മുന്നേ വെച്ചാൽ ഇപ്പൊ ഒരു ഫെയിം ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഒരു സ്പോർട്സ് പ്ലേയേഴ്സ് അല്ലെ ഫിലിം ആക്ടേഴ്സ്, ഇങ്ങനെ നമ്മൾ ആ ഒരു തുടങ്ങിയ കാലത്ത് ഇങ്ങനെയുള്ളവരാണ് ഫെയിം ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്ന പിന്നെ സാധാരണ ആൾക്കാർക്കും ഫെയിം കിട്ടാൻ തുടങ്ങി, അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി ആൾക്കാർ. അതായത് നമ്മളെ ചുറ്റുപാടും കഴിവുള്ളവർക്ക് കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറി സോഷ്യൽ മീഡിയ. ഇപ്പം അതിലൂടെ തന്നെ ഒരുപാട് പേർക്ക് റവന്യൂ ആയിട്ട് കണ്ടെത്തുന്നുണ്ട്. അതിൽ നിന്ന് മീൻസ് സെലക്ഷൻ കിട്ടിയ ഒരു ഫിലിമിലേക്ക് ആക്ടേഴ്സ് ആയിട്ട് സിംഗേഴ്സ് ആയിട്ട് മാറുന്നു. അപ്പോ നല്ലൊരു കാര്യമാണ്. ലാസ്റ്റ് നമ്മളെ ശ്രീകാന്ത് വെട്ടിയാർ പിന്നെ ആഷിറിന്റെ ഇപ്പം മറ്റേ വാഴ എന്ന് പറഞ്ഞ ഇപ്പൊ സെക്കൻഡ് പാർട്ട് വരുന്നതിന് മൊത്തം മലക്കൊന്ന് അവരുടെ സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിന്റെ തോന്നുന്നു, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റും ഇവരെ. ഇപ്പൊ എനിക്ക് വലിയൊരു ഡൗട്ട് എന്താ വെച്ചാൽ ഇപ്പം കുറെ ആൾക്കാർ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നു, ഓരോ ആൾക്കാർ എന്തെല്ലോ തരത്തിലെ കണ്ടന്റ് ഇടുന്നു. ശരിക്കും പറഞ്ഞാൽ അവരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും നമുക്ക്. ജസ്റ്റ് ഒരു ഡൗട്ടാണ്, ഒരു വിഭാഗം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇവര് ഏത് രീതിയിലൊരു ഇൻഫ്ലുവൻസ് ഇവരെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓക്കെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ പറയുന്നു. ഇൻഫ്ലുവൻസേഴ്സ് അല്ല, അതിന് വേറെ തന്നെ അവാർഡും കാര്യങ്ങളും ഇപ്പൊ വരുന്നുണ്ട്. അതുണ്ട് ഇൻഫ്ലുവൻസ്. പക്ഷെ അതല്ലടാ, ഇപ്പം ഒരാളിപ്പോ നമ്മളിപ്പോ നീ ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ട് നീക്കിപ്പം ഒരു 10K ഫോളോവേഴ്സ് ആയാല് അവര് സ്വയം പറയുമെന്ന് ഞാൻ ഇൻഫ്ലുവൻസർ ആണെന്നില്ല സംഭവം അറിയുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ അല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഉള്ളവരും ഉണ്ട്. അതായത് റീലില് നല്ലോണം റീച്ച് ചെയ്തിട്ട് അവര് പറയുന്ന കാര്യങ്ങള് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവര് ഇൻഫ്ലുവൻസർ ആണ്. പക്ഷെ ബാക്കി ഈ പറയുന്ന ഈ ഒട്ടുമുക്ക ഭാഗം ആൾക്കാരും ജസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രം. അപ്പോ അതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് മെയിൻ ആയിട്ട് വരുന്നത് ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഇല്ലേ, അതില് അവരല്ലേ മറ്റേ ഇൻഫ്ലുവൻസ് ആയിട്ട് കൂടുതലായിട്ട് നല്ല രീതിയിൽ ബ്ലോഗേഴ്സ് ശരിക്കും പറഞ്ഞ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളെ തന്നെ ഇപ്പൊ വീട്ടിലിരിക്കുന്നതായിരിക്കും, അന്നേരം തുടങ്ങും വെറുതെ റീലൊന്നും എടുത്ത് നോക്കിയത് ബിരിയാണി മന്തി ഇപ്പം പറയാ കൺട്രോൾ ഇതിലൂടെ അടുത്തേക്ക് പോകേണ്ടി വരും. അല്ല അതെ, ഫുഡ് ഇൻഫ്ലുവൻസ് അവര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഭയങ്കര. കാരണം നമുക്ക് കാണാതെ യൂണീക്കായ പ്രോഡക്ട്സ് ചിലപ്പം അധികം ശ്രദ്ധിക്കപ്പെടാത്ത അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കിട്ടുന്ന ഏരിയകളുണ്ട്. അത് ഇവരെ ഇൻഫ്ലുവൻസോടുകൂടി ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചപ്പോ നല്ല ഫുഡ് കിട്ടുന്നു, നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടുന്നു. ആ ഫുഡ് ഓണറെ സംബന്ധിച്ച് അവർക്ക് നല്ല കച്ചവടം ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഫുഡ് ഇൻഫ്ലുവൻസേഴ്സ് അത്യാവശ്യം നല്ലോണം ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തതിന് നമ്മൾ മുന്നേ ഇൻസ്റ്റാഗ്രാം അധികം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഇട്ടോണ്ടിരുന്ന ആൾക്കാർ നമ്മള്. പിന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്ന് പിന്നെ കുറച്ചാണ് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ റീല് എന്ന് പറഞ്ഞ സംഭവം വന്നു. അപ്പൊ ആ സംഭവം നമ്മുടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ നമ്മളെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് വന്ന മാറ്റങ്ങൾ അത് എനിക്കൊന്ന് കുറച്ചും കൂടി പിന്നെ ഇതിൽ കൂടുതലായി വന്നത് ടിക്ടോക്കിലൂടെയാണ് ആൾക്കാർ അധികമായിട്ട് വന്നത്. അതിനുശേഷം നല്ലൊരു മാറ്റം വന്നത് നമ്മളുടെ വെച്ച് നമ്മളെ യൂസ് ആദ്യം ഞാൻ തുടങ്ങിയത് ഓർക്കുട്ടാണെന്ന് തുടങ്ങി. നീ കുട്ടൻ ഉണ്ടായിരുന്നോ അല്ലേ? അത്ര പഴയ നീ അന്നെല്ലാം ജനിച്ചിട്ടുണ്ട്. അത് 10ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുന്നത് ഇല്ല, അതിൽ കളിമൊത്തം കളിക്കുന്നുണ്ടാവാൻ. എന്നിട്ട് ഒരു ലാപ്പ് ഒരു ടാബ് 2 പ്രായമില്ല. അല്ല ഓർക്കുണ്ട് അതിനകത്തെന്തോ സ്ക്രാപ്പ് അയക്കല അങ്ങനെ എന്തോ പരിപാടിയാണ്. അതിൽ ഈ പറഞ്ഞ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. പക്ഷെങ്കിൽ കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് ഇങ്ങനെ സ്ക്രാപ്പ് അയക്കുക സംഭവം. ജസ്റ്റ് മെസ്സേജ് പോലത്തെ പരിപാടി തന്നെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക, ഗ്രീറ്റിംഗ്സ് പോലത്തെ ഒരു സംഭവം.
അതിൽ ഈ പറഞ്ഞ പോലത്തെ പോസ്റ്റ് ഇടുക, അതായത് ഇങ്ങനെ ട്രോൾസ് അങ്ങനത്തെ കാര്യമൊന്നും അന്ന് തുടങ്ങിയില്ല ചെക്കന്മാര്. പിന്നെയുള്ള ഫേസ്ബുക്കിൽ മെയിൻ ആയിട്ട്, പിന്നെ ഫേസ്ബുക്കിലേക്ക് മാറിയതിനു ശേഷം ഫുള്ളായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഫേസ്ബുക്ക് എപ്പോ തുടങ്ങിയ കോവില്ല അതിനോട് ലൈക്ക് ചോദിച്ചു, അന്ന് നീ ചോദിച്ചു കൊറേ. ഞാൻ ചോദിച്ചു, നീ ചോദിച്ചില്ല. അപ്പൊ നമ്മളിടയില് ഫേസ്ബുക്ക് അധികം ആരും ആക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അല്ല പണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ പറയാ പബ്ലിക്കലി ഇൻസ്റ്റ വന്നോണ്ട് അങ്ങോട്ടേക്ക് എല്ലാരും മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ച് നല്ല പ്രായമുള്ള ആൾക്കാർ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക്. അവര് ഇപ്പൊ ഇൻസ്റ്റയിലോട്ട് വന്നു തുടങ്ങി. ഇൻസ്റ്റയിലേക്ക് വരുന്നുണ്ട്, പക്ഷെ എന്നാലും കൂടുതലായിട്ട് നടക്കുമെന്ന് വെച്ചാല് ഫേസ്ബുക്ക് ആണ്. പക്ഷെ ഇപ്പം ക്രിയേറ്റേഴ്സിന്, അതായത് യൂട്യൂബില് വീഡിയോ ചെയ്യുന്ന കുറെ ആൾക്കാർക്ക്, ബ്ലോഗേഴ്സിന്, അങ്ങനത്തെ ഒരിക്കലും ഫേസ്ബുക്കിൽ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു പേടിയായിരിക്കും. അത് ഇതന്നെ എന്തെല്ലാം കമന്റ് വരുവാന്ന് പറയാൻ പറ്റില്ല. കമന്റിന്റെ ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റയിൽ അത്ര ഡാർക്ക് അല്ല ഫേസ്ബുക്ക്. അല്ലടാ, ഇൻസ്റ്റയിൽ ഇപ്പൊ കുറച്ച് കയറി വന്നു തുടങ്ങിയ. ഇൻസ്റ്റയില് മുന്നേ വെച്ചാൽ കുറച്ച് ഡീസന്റ് കമന്റ് ആയിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറെ ടോക്സിക് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. ടോക്സിക് ആയാലും ഭയങ്കര മാസം ആ ഒരു സംഭവം വന്നു തുടങ്ങി. ഇൻസ്റ്റയിലെ കമന്റ് പറയുമ്പോൾ ഇൻസ്റ്റയിലെ കമന്റിനായിട്ട് ഫാൻസ് ഉള്ള കുറെ ടീമുണ്ട്. റീൽസ് കമന്റ് വായിക്കാനായിട്ട് റീൽസ് കാണുന്ന ആൾക്കാരുണ്ട്. കാരണം ഇതിനിടക്ക് കണ്ടത് ഐഫോണ് ഒരുത്തൻ സീരിയസ് ആയിട്ട് കണ്ടതാ. അത് ആരെങ്കിലും റീൽ കണ്ടില്ല? ഐഫോണിൽ അതായത് ഒരു ചങ്ങായിന്റെ ഐഫോൺ വീണുപോയിട്ട് ഇത് ഏതോ ഒരു ആ വഴിക്ക് പോകുന്ന ഏതോ ഒരുത്തൻ കണ്ടു. വീണത് കണ്ട് എടുത്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാല് വീഡിയോ എടുത്തിട്ട് എന്താ വെച്ചാൽ അതിന്റെ ബാക്കിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കവറിന്റെ ബാക്കില് ഫോണിന്റെ മുതലാളിയുടെ ഇതുണ്ടായി. അത് ഈ ചങ്ങായി എന്ത് ചെയ്ത് റീലെടുത്തു ഇട്ട്, ഇത് ആരാന്ന് അറിയില്ല, ഇയാളെ അറിയുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ കമന്റില് ആ ഒരു ഫോട്ടോ വെച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് പ്രൊഫൈലാക്കിയിട്ട് കുറെ അക്കൗണ്ട്, കുറെ ആൾക്കാര് എന്റെ മോന്റെ ഫോണാണ്. മുതലാളിന്റെ മോൻ, മുതലാളിന്റെ പാപ്പ, മുതലാളിന്റെ പൂച്ച എന്ന് കണ്ടിട്ട് മ്യാവും അമ്മാര് കൊറേ കമന്റ് ഇടാനായില്ലേ. പിന്നെയുള്ളത് ഈ മറ്റേ സീരിയലിന്റെ വന്നതെന്ന് ഇതേപോലെ തന്നെ കൊറേ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോ. ചന്ദ്രവാഴയിലെ സീരിയലും കൊണ്ട് ഫുൾ എല്ലാരും ആ ഒരു ക്യാരക്ടർ വെച്ച്, ഓരോ ക്യാരക്ടർ വെച്ച് കാലോട്ട് വധിച്ചാല് ഗുരുത്വം കൂടി. ഇങ്ങനെ ഒരു ഗുരുത്വം മീറ്റർ ഉണ്ട് ആ സീരിയല്. നമ്മളുടെ ഇപ്പം യൂട്യൂബ് മാത്രമേ നമ്മള് പബ്ലിക്കായിട്ട് ഫിസിക്കലിലേക്ക് പോയിട്ടുള്ളൂ. എന്താ അത്തിടുന്നുണ്ട്, അത് നമ്മളെ പേഴ്സണൽ രീതിയല്ലേ ഉള്ളൂ. പിന്നെ കാണിയൊക്കെ വേണ്ടിട്ട് നമ്മള് പോയിട്ട് പോസ്റ്റ് കുറഞ്ഞു. ആരിപ്പോ അതിനാ ഫോട്ടോസ് ഒന്നും ഇല്ല. ഇപ്പൊ അധികം ഇൻസ്റ്റാഗ്രാം എല്ലാവരും റീൽസിനോട് യൂസ് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ മോഡൽസ് അവരത് ഫോട്ടോഷൂട്ട് എടുത്തിട്ട് ഫോട്ടോ എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കാൻഡിഡേറ്റ്. ബാക്കി എല്ലാവരും റീൽസ്. ഇപ്പൊ റീൽസിന്റെ ലെങ്ത് കൂടില്ല, 20 മിനിറ്റ് വീഡിയോ റീലായിട്ട് ഇടാം. 20 ഞാൻ എന്തോ ഇതിനൊക്കെ വീഡിയോ റീലായിട്ട് ഷൂട്ട് ചെയ്ത ടൈം അതിന് ഡ്യൂറേഷൻ മാക്സിമം 20 മിനിറ്റ് ഉണ്ട്. ഇൻസ്റ്റയില് ഈ 20 മിനിറ്റിന്റെ മുന്നേ ഉണ്ടായിട്ടുണ്ട് ഈ സെയിം സംഭവം. പക്ഷെ അത് IGTV ഉണ്ടായിരുന്നു. വീചാറ്റ് ഓർമ്മയുണ്ടോ? പൈസ വീചാറ്റ്. പിന്നെ അതിൽ തന്നെ ചൈനയിൽ ശരിക്കും പറഞ്ഞാല് വീചാറ്റിലാണ് മെയിൻ പേയ്മെന്റ് നമ്മളെ ഒരു പോസ്റ്റ് ചെയ്ത് അങ്ങനെ എന്തല്ലോ എത്ര പൈസ 100 രൂപ 101 രൂപ അങ്ങനെ എന്തോ ഇല്ലേ? അല്ല അത് മാത്രല്ല, നമ്മളിപ്പോ നമ്മളുടെ ഗൂഗിൾ പേ യൂസ് ചെയ്ത പോലെ അവിടെ പേയ്മെന്റ് വീചാറ്റ് യൂസ് ചെയ്യുന്ന സാധനം. അല്ല നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ എമൗണ്ട് വരുന്നുണ്ട്. അതെയാ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ആ ഒരു അങ്ങനത്തെ ഒരു പരിപാടി. അപ്പൊ നിങ്ങൾക്ക് ക്യാമറ ഇടില്ല. ഇവിടെ ക്യാമറ എടുത്ത് നമ്മൾ ചാൽ ബീച്ചിൽ ഫോട്ടോഷൂട്ട് എടുക്കാൻ ഓർമ്മയില്ല, ഇൻസ്റ്റയിടാൻ വേണ്ടി ഓർമ്മയില്ല. നീ രൂപ നമ്മള് ആ ടൈം വെച്ചാല് ഒരു ക്യാമറ കിട്ടാൻ കഴിയാ. അതെടുക്കുന്നു ചറവറ ഒരു സ്ഥലത്ത് നിന്ന് ചറവറ ഫോട്ടോ എടുക്കുന്നത്, അതിൽ കളർ ഗ്രേഡിങ് ചെയ്യുന്നത്, ഓരോ ഡേ ഓരോ പോസ്റ്റ് ഇൻസ്റ്റയില്. നമ്മളിപ്പം ഇവിടെ ശ്മശാനത്തിലെല്ലാം അതിൽ തന്നെ ഫോട്ടോ സോഷ്യൽ മീഡിയയില് പോസ്റ്റ് ചെയ്യാന്നില്ല സംഭവം. ഡെയിലി റൂട്ടീൻ പോലെയാ. ഒരു പോസ്റ്റ് പോകണം, ആക്റ്റീവായി നിൽക്കണം. പണ്ട് ഇപ്പൊ മറ്റേ എനിക്കൊന്ന് ഫേസ്ബുക്കിൽ ഇപ്പൊ വരുത്തുണ്ട് നമ്മളെ അമ്പലത്തിലായാലും റീലെടുക്കുന്നത് കളിച്ചതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കുക. എന്റെ അമ്മ
നമ്മൾ കണ്ടപ്പുറത്തേക്ക് മുന്നേ പോകാൻ വീണ ഞാൻ പിടിച്ചിരിക്കുന്ന ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്കിൽ അത് 1 year എന്നായിട്ട് വരും, ആ അപ്ഡേറ്റഡ് ആയിട്ട് വരും അത്. അന്നേരം ആ കുത്തിപ്പൊക്ക് സമയത്ത് ഓരോ ട്രെൻഡ് അല്ലേ. കുത്തിപ്പൊക്കെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഡിലീറ്റാക്കി ഒരൊറ്റ പോസ്റ്റിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റയിൽ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ട് പണ്ടത്തെ ഞാൻ ഡിലീറ്റാക്കി കാരണം അതിപ്പോ നിങ്ങൾക്ക് കൊറേലും മീൻസ് അത് കുട്ടാണ്ട് തിരികെ കല്യാണത്തോടെ കല്യാണത്തിന് ഇല്ല. പക്ഷെ കൊറേ പഴയതൊന്നും അധികം കിട്ടിയില്ല, പുതിയ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു പഴയതായിരിക്കും കൂടുതൽ വരുവാന്ന്. അത് പഴയത് കുറെ വന്നിട്ടില്ല. പക്ഷെ മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ആക്കാൻ നോക്കി കിട്ടിയില്ല. കിട്ടില്ല. അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്ത് നോക്കുന്ന എനിക്കൊന്ന് ഇവനാണ്, നമ്മൾ ആരോണില്ലേ. പിന്നെ ഇതൊരു ഹരാണ്. എവിടെ ഇതുണ്ടോ, എവിടെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്കിട്ട് പണിയാ അവിടെ അവന്റെ ക്യാമറയും കൊണ്ട് വരും. അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഇടുക നമ്മള് കുറച്ചൊന്ന് ഫ്രീക്കന്മാരാവുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ അറ്റൻഷൻ കിട്ടുക എന്നുള്ള സംഭവം, ലൈക്ക് കിട്ടാൻ വേണ്ടിട്ട് ചോദിക്കുന്നത്. അതിലിപ്പൊ ആലോചിക്കുന്നുണ്ടല്ലോ എന്റെ അമ്മൂ ചോദിച്ചിട്ട് പ്രൊഫൈൽ പിക്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറയാ ഇതായിക്കും അത് പിന്നെ ഇൻസ്റ്റ തുടങ്ങിയ ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഓണം അങ്ങനത്തെ ഓരോ ടൈം ഇങ്ങനെ ഫോട്ടോ കോൺടെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ ഞാൻ ചെയ്തല്ല ഇൻബോക്സിൽ വരുന്നുണ്ട്. ഞാൻ അയച്ചതല്ല, നമ്മൾ ഈ കോളേജ് പഠിക്കുന്നവരുടെ ഇല്ല ആലോചിച്ചു. ഞാൻ അയച്ചില്ല, കാരണം ഞാൻ അങ്ങനത്തെ കോൺടെസ്റ്റ് ഒന്നും ഇന്നുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. സൗരവിന്റെ പണ്ടത്തെ ഒരു ഫോട്ടോ ഉണ്ടായി, അതിപ്പോ എന്റെ അടുത്തുണ്ട്. അല്ല ഒരു പണ്ടത്തെ ഫോട്ടോ അല്ലല്ല സൂര്യന്റെ ലൈറ്റ് ഉള്ളതാ. ഇതെന്താ വെച്ചാൽ ഇങ്ങനെ പണ്ടത്തെ ഒരു ഫോട്ടോ, ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഒരു ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെള്ളച്ചാട്ടം, രണ്ടും ഇങ്ങനെ മിക്സ് ആയിട്ടൊരു സാധനം ഒരു ഫോട്ടോ ഉണ്ട്. വേറെ സാധനം മുടി ഇങ്ങനെ മിറ്റത്തിരിക്കുന്ന സാധനം, അതിന്റെ ക്യാപ്ഷൻ ആയിട്ടില്ല. പക്ഷെ അന്നത് ഒരു ട്രെൻഡിങ് സ്റ്റൈൽ തന്നെയാണ്. ഇപ്പൊ അത് മാറി. അത് നമുക്ക് കാണുമ്പോ അതേപോലെ ഇടുന്ന ടീംസ് ഉണ്ട്. പിന്നെ ഇറക്കുന്നുള്ളതെന്ന് വെച്ചാല് പിന്നെ ഇപ്പം മാട്രിമോണി മാറിയിട്ട് ഇപ്പം കൊറേ ഇൻസ്റ്റയിൽ ടീമായി. അല്ല അല്ലാതെ വേറെ എന്തെല്ലോ ഡേറ്റിംഗ് ആപ്സ് അത് കൊറേ വന്നു. വേറെ അങ്ങനെ കൊറേ എന്തെല്ലോ പുതിയ എന്തെല്ലോ ഉണ്ട് നമ്മളെ അന്നത്തെ സോഷ്യൽ മീഡിയ. ശരിക്കും പറഞ്ഞാൽ അന്ന് ആരെങ്കിലും ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്ന് നമ്മളെല്ലാരും വെറുതെ ലൈക്ക് ഉണ്ടാക്കുക ഒരു സംഭവം. ഇപ്പം ആ സംഭവം സെയിം സംഭവം തന്നെ ആൾക്കാര് ലൈക്ക് എന്നുള്ള സാധനം ഈ പറഞ്ഞ നേരത്തെ നമ്മള് പറഞ്ഞ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്, അതായത് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് ആ സാധനം നേരെ തിരിച്ച് മാറി. ഏർണിങ്സ് മാത്രല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ കണക്ഷൻ ഇപ്പം ഇപ്പോഴത്തെ ഇത് നോക്കുകയാണെങ്കിൽ ആ കണക്ഷൻ ഇപ്പം മാരേജ് വരെ എത്തുന്നുണ്ട്. പബ്ജി കളിച്ച് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ടില്ലും കല്യാണം കഴിച്ചാലും നല്ല രീതിയിൽ നടത്തുന്ന ഓക്കെ. ഇത് കല്യാണം കഴിഞ്ഞിട്ടില്ല ആൾക്കാർ വേറെ വലിയ പ്രായമുള്ള ഓരോ ആൾക്കാര്, ചെറിയ പിള്ളേർ അതല്ലടാ അതിനെക്കാട്ടി നേരെ ഓപ്പോസിറ്റ്. 15 വയസ്സുള്ള പയ്യൻ വരെ ഒളിച്ചോടി പോകുന്ന നല്ല സംഭവങ്ങൾ വരുന്നുണ്ട്. സംഭവം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആൾക്കാർ നല്ല കാര്യത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയുന്നത്. പല ന്യൂസിലും ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമ്മള് കാണുന്നുണ്ട്. പിന്നെ കുറെ ആൾക്ക് പ്രതികരിക്കാൻ പറ്റും. ഈ ബസ്സിലെല്ലാം ഓരോ പെൺകുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കാർ ലൈവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ അയച്ചു കൊടുക്കലല്ല, വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറെ ഞരമ്പുകൾക്കെല്ലാം കുറെ പണി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു സംഭവം ഇപ്പം ട്രെൻഡിങ് അത് ഗീവ് അവേ. ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് പല കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഗീവ് അവേ വഴി. ലാൻഡ് ആയിട്ട് വണ്ടി, അത് തട്ടിപ്പാക്കി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് വാങ്ങി ഫോളോവേഴ്സ് ആയിട്ട് ഗീവ് അവേ നടത്താത്ത ആൾക്കാരുണ്ട്. അല്ല ഇപ്പം ഈ ഗീവ് അവേ എന്തോ ഒരു ഇത് വന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു സംഭവം കൊണ്ടതിന്. പക്ഷെ എന്നിട്ട് പിന്നെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് ബാനായി പോകുന്നവരെ അന്നേരം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ വെച്ചാല് പണ്ട് നമുക്ക് ഈ ഡാറ്റാസ് കുറവാ ഇന്റർനെറ്റ് ഇന്റർനെറ്റിന്റെ, അപ്പൊ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാനും കാര്യങ്ങളും കുറച്ച് ഇതാണ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഈ അടുത്തായിട്ട് കുറെ OTT പ്ലാറ്റ്ഫോംസ് വന്നു സോഷ്യൽ മീഡിയ ആയിട്ട്. മുന്നേ ഏതുണ്ടായിരുന്നേ യൂട്യൂബിലെല്ലാം സിനിമ വന്നല്ലാണ്ട് ഈ OTT സിനിമ റിലീസ് കുറച്ച് അതിപ്പോ ആമസോൺ, കുറച്ച് നെറ്റ്ഫ്ലിക്സ്
അങ്ങനെ ഇപ്പൊ അത് നെറ്റ്ഫ്ലിക്സ് ആണോ ആദ്യം വന്നത്? അധികം ഫെമിലിയർ ആയത് നെറ്റ്ഫ്ലിക്സ് ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ കുറെ അവരാണെങ്കിൽ ഇന്ന് അവര് തന്നെ ഇത് സീരീസ്. സീരീസ് ഇറക്കാൻ തുടങ്ങിയ അവരുടെ ഓപ്ഷൻ. പക്ഷേ ഇതൊക്കെ സോഷ്യൽ മീഡിയ OTT നോക്കുമ്പോ ടെലിഗ്രാം അല്ലാത്തൊരു വായ്പാണ്. ഓക്കെ. അതിപ്പോ എന്തോ ഒരു സംഭവം ഉണ്ട്, എന്തോ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടെലഗ്രാമിൽ സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന മലയാളി ചാനൽ പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ഇപ്പൊ നിൽക്കുക. അത് ഉള്ളതാണോ എന്നറിയില്ല. പിന്നെ സോഷ്യൽ മീഡിയയിലെ കൂടെ കാണുന്ന അപ്പോ സത്യാവെന്ന് വിശ്വസിക്കാൻ പറ്റൂല എല്ലാ കാര്യം. നല്ലതിനും പറ്റും മോശത്തിനും. ടെലിഗ്രാം വഴി കുറെ സ്കാം നടക്കുന്നുണ്ട്. ആ ടെലഗ്രാം മെയിൻ സ്കാമിന്റെ മെയിൻ ആണ്. ഫേമസിനെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ മേശയിൽ ഇരിക്കുന്നുണ്ട്. ഈ ടെലഗ്രാമിന്റെ കാര്യം പറഞ്ഞാൽ ടെലഗ്രാമിലേക്ക് നമുക്ക് ഇപ്പം എത്രയോ GB ഒരു ഫയൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതൊന്നും ഈ പറഞ്ഞ വാട്സപ്പില് അതൊന്നും ക്ലാരിറ്റിയിൽ ഒരു ക്ലാരിറ്റിയില് അതൊന്നും ഈ വാട്സപ്പിൽ കൂടെ ഇപ്പൊ അത്രയും വലിയ ഫയലൊന്നും വരാൻ തുടങ്ങിയില്ല. പിന്നെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാർ ഈ മെസ്സേജിന് മാത്രമല്ല പേയ്മെന്റിന് വേണ്ടിട്ട് യൂസ് ചെയ്യണം. പക്ഷെ അത്രയും ഇതില്ല. നമുക്ക് എന്തായാലും ബിസിനസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വാട്സ്ആപ്പ് ബിസിനസ് അതിപ്പോ എന്തെങ്കിലും ബിസിനസ് ടെലിഗ്രാം ബിസിനസ് ഉണ്ടോ? ടെലിഗ്രാം ഇതുണ്ട്. പ്രീമിയം വേർഷൻ ഉണ്ട്. ടെലഗ്രാം ബോട്ടാന്ന് ശരിക്കും പറഞ്ഞാല് ഭയങ്കരമായിട്ട് ട്രൂ കോൾ പോർട്ടലുണ്ട്. ഭയങ്കര യൂസ് ഉള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ട്രൂ കോൾ പോർട്ടൽ ഉണ്ട്. അത് നമ്മുടെ നമ്പർ അടിച്ചു കൊടുത്താൽ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷെ അതല്ലടാ, നമുക്ക് അതിന്റെ അകത്ത് ടെലഗ്രാമിലത്തെ എല്ലാ ബോട്ടും നമുക്ക് അങ്ങനെ സേഫ് ആണെന്നില്ല, നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കുറെ ആൾക്കാരെ ഈ പറഞ്ഞ പോലെ ഹാക്ക് ചെയ്യുന്നുണ്ട്. ഹാക്ക് ചെയ്യുന്ന വെച്ചാല് ജസ്റ്റ് ഒരു സിനിമേന്റെ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ ജോയിൻ ചെയ്യണമെങ്കിൽ ഇവര് അതിൽ ജോയിൻ ബട്ടൺ അമർത്തിയാൽ ഇവരിലേക്ക് ഒരു കോഡ് വരും, ഒരു OTP വരും. അപ്പൊ ആ OTP ഇതില് എൻ്റർ ചെയ്താൽ മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ, ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ OTP എന്ത് ചെയ്യും, ഇതിലേക്ക് സെൻഡ് ചെയ്യും. പക്ഷെ ഇവർ അയക്കുന്ന OTP എന്ന് പറഞ്ഞാൽ ഇവര് ടെലഗ്രാം ലോഗിൻ ചെയ്യാനുള്ള OTP ശരിക്കും പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കൂല ആൾക്കാര്. ഒരു OTP വന്നിട്ടുണ്ടെന്നിട്ട് അരുണിന്റെ അരുണിന്റെ പൈസ അങ്ങനെ കുറെ ആൾക്കാരെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. മെയിൻ അക്കൗണ്ടാണെന്ന് ശരിക്കും ഇവരെ രണ്ടാമത് ലോഗിൻ ചെയ്ത് അവരെ ഇതാക്കി. പക്ഷെ അത് ലോഗൌട്ട് ചെയ്തു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോഗൌട്ട് അല്ല, എന്താ പറയാ, അൺഇൻസ്റ്റാൾ ചെയ്തു പോയാൽ പിന്നെ അത് കുറെ ആൾക്കാർക്ക് അറിയില്ല. എന്തെങ്കിലും ഒരു സംഭവം പറ്റിപ്പോയാല് അൺഇൻസ്റ്റാൾ, അതായത് സ്റ്റോറി ഇട്ടു, അറിയാണ്ട ഒരു സ്റ്റോറി ഇട്ടു എന്ന് വെച്ചോ. സ്റ്റോറി ഇട്ടാൽ എന്ത് വേണം, സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റോറി ഡിലീറ്റ് ചെയ്യണം. ഇത് കുറെ ആളെ വിചാരം വെച്ചാൽ അൺഇൻസ്റ്റാൾ ചെയ്ത് അതങ്ങ് പോയിന്നോ. അങ്ങനെ കുറെ അബദ്ധം പറ്റുന്നുണ്ട് കുറെ ആൾക്ക്. കുറെ ഫേസ്ബുക്കിലും വരുന്നുണ്ടല്ലോ, അതായത് പൈസ അടിച്ചു വേണ്ടത്. അതായത് പിന്നെ സ്കാം അല്ലേ ഇങ്ങനെ സ്കാം എടുക്കുന്ന ഒന്നാന്ന് വെച്ചാല് ഇങ്ങനെ ഹോസ്പിറ്റലിലാന്ന് ചാരിറ്റി അപ്പൊ അങ്ങനെ അല്ല, എല്ലാവർക്കും മെസ്സേജ് ഇടും. അല്ല അങ്ങനത്തെ ഇതല്ല, എല്ലാവർക്കും മെസ്സേജ് ഇടും ഇങ്ങനെ. അതായത് അക്കൗണ്ട് ഹാക്ക് ആയിട്ട് പിന്നെ അതിന്റെ അന്ന് ഇങ്ങനെ അതായത് ഇപ്പം ഞാൻ ചാച്ച വായിക്കണം ഞാൻ വായിക്കുക. പക്ഷെ അത് അക്കൗണ്ട് ആക്കിയിട്ട് അവര് കേൾക്കുന്ന സംഭവം അതന്നെ. പക്ഷെ ഇതെന്ന് വെച്ചാൽ വാട്സപ്പ് ആയാലും ടെലഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും മെയിൻ ആയിട്ട് ഹാക്ക് ആകുന്ന വെച്ചാൽ നമ്മളെ മിസ്റ്റേക്ക് ഉണ്ടോ ശരിക്കും പറഞ്ഞാല്. അതായത് ജസ്റ്റ് ഇപ്പൊ ഒരാൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തന്നെ വെച്ചോ. അത് മെയിൻ ആയിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ ഗിഫ്റ്റ്, അതായത് ഫ്രീ റീചാർജ് അല്ലെങ്കിൽ ഇങ്ങനെ ഗിഫ്റ്റ് മറ്റേ ലിങ്ക് വരും വാട്സപ്പിൽ. അപ്പൊ വാട്സപ്പിൽ എന്താന്ന് വെച്ചാൽ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താല് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ID, നിന്റെ അതായത് ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യണം എന്നായിരിക്കും പറയാം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരാൾ അറിയാത്ത ഒരാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൽ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യും. അത് പക്ഷേ ശരിക്കും പറഞ്ഞ ഒരു ഡമ്മി പേജ് മാത്രമായിരിക്കും. അതിന്റെ ബാക്ക് എൻഡിൽ എന്താ നടക്കുക വെച്ചാൽ നിന്റെ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം പാസ്വേഡും നേരെ നമ്മൾ ലോഗിൻ അടിക്കുന്ന സെയിം ടൈം ഇത് അവരെ ഡാറ്റാബേസിലേക്ക് പോകും. അവർക്ക് നിന്റെ യൂസർ നെയിമും ഇൻസ്റ്റാഗ്രാം പാസ്വേഡും യൂസ് ചെയ്തിട്ട് അവർക്ക് ലോഗിൻ ചെയ്യാം. ചിലപ്പോൾ വേണ്ടിക്കൽ വേറെ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് അവർ പാസ്വേഡ് മാറ്റിയാൽ തീർന്നു. പിന്നെ നിന്റെ അക്കൗണ്ടായിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്പർ അടിച്ച് OTP ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് അങ്ങനെ അങ്ങനെ മാറ്റിയിട്ട് കൊണ്ടുവരണം. പക്ഷെ ആൾക്കാർ അത് ചിന്തിക്കുന്നതിന് മുന്നേ കാര്യം കഴിഞ്ഞിട്ടുണ്ടോ. ഇപ്പൊ MBD മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് കുറെ സ്കാം നടക്കുന്നുണ്ട്. ചെല്ലാൻ വന്നിട്ട് ചെല്ലാൻ ഇത് കൊണ്ടല്ലേ. അതന്നെ സോഷ്യൽ മീഡിയ കൂടെ കുറെ നെഗറ്റീവ്സ് ഉണ്ട്, കുറെ പോസിറ്റീവ്സ് ഉണ്ട്. പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഏർണിങ്സ് ഉണ്ട്. പക്ഷേ പണ്ട് ഈ ടിക്ടോക്കില് ഡാൻസ് കളിച്ച് നടക്കുന്നവരെ നമ്മള് കുറെ ആൾക്കാർ ക്രിഞ്ച് കളിയാക്കിയ ടീംസ് അവരിപ്പോ ലൈവില് സെറ്റിലായി. ഇപ്പൊ ശരിക്കും കളിയാക്കുന്ന ഒരാളെ മറ്റേ ഈ അമല ഷാജി
അതൊന്ന് ഇപ്പം വരുന്ന ആൾക്കാരില്ലേ പല രീതിയിലും വൾഗർ വീഡിയോസ് ഇടുന്നത് വെച്ച് നോക്കുമ്പോൾ അമലാഷ് അതിൽ എത്ര ബെറ്ററാ. പിന്നെ ഈ ക്രിയേറ്റേഴ്സിൽ കുറെ ആൾക്കാർ എന്താന്ന് വെച്ചാല് അവർക്ക് വേണ്ട റീച്ച് ഉണ്ടാക്കി, അവർക്ക് വേണ്ട ഫെയിം കിട്ടി, അവർക്ക് അത്യാവശ്യം നല്ല ഏർണിങ്സും കിട്ടി. അതിനുശേഷം അവരെന്താ വെച്ചാൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആ സംഭവം തുടങ്ങി. അതിനുശേഷം ഇപ്പൊ അവര് അങ്ങനെ കുറെ സെറ്റിലായ കുറെ ആൾക്കാരുണ്ട്, നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ എല്ലാരും അതന്നെ നോക്കുന്ന ആ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സാധനത്തിൽ തന്നെ എല്ലാ ജീവിതകാലം പോവാന്നുള്ളൊരു സംഭവം ഇല്ല. നമ്മളെ ഫിറോസ് ഫിറോസ് കുട്ടിപ്പ ബിസിനസ് ഉണ്ടോ? ഇപ്പം പുള്ളിപ്പം വീഡിയോ ഇടുന്നത് നിർത്തിന്നല്ല, ഇടക്ക് അങ്ങനെ വരുള്ളൂ പറഞ്ഞത്. അന്നേരം ചെയ്യുന്നവര് ഇപ്പം ഏറെക്കുറെ സെറ്റിലായി. അന്നേരം സ്ക്രോൾ ചെയ്യുന്നവര് ഇപ്പൊ ബിസിനസ് തുടങ്ങി ഫേസ്ബുക്ക് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ ചെലവഴിച്ച ഫൈറ്റ് ക്ലബ് FFC ഉണ്ട്. പിന്നെ വേറെ GMBC അറിയോ? GMBC രണ്ടാമതെന്ന് തോന്നുന്നു. GMBC അങ്ങനെ ഇതില്ലല്ലോ. GMBC പറഞ്ഞാല് ഒരു വെള്ളടിക്കാരെ ഒരു സംഘടന പോലെ ഒരു സംഭവം FFC അശ്വന്ത് നോക്കാന്ന് ഉണ്ടാക്കിയത് ഫസ്റ്റ്. പക്ഷെ റിവ്യൂലും കാണാൻ വേണ്ടി ആ ഒരു ടച്ച് അന്നേരം ശരിക്കും എന്താ പറയാ ഫാൻസിന്റെ ഇത് തന്നെ. പിന്നെ അത് മാറി തെറി വിളിക്കാനും പിന്നെ ബോഡി ഷേമിങ് പരിപാടിക്കില്ല. അത് പറഞ്ഞുതരാന്ന്, അതിലാന്ന് മറ്റേ തെറി വിളിക്കുന്നെല്ലാം പറഞ്ഞുതരാന്ന്. പിന്നെ ഒരു ഇതുണ്ടായിരുന്നില്ലേ ഒരു സോഷ്യൽ മീഡിയ വന്നിട്ടെ ക്ലബ് ഹൗസ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിട്ട് യൂസ് ചെയ്യാം ക്ലബ് ഹൗസ്. ഒരാളെ യൂസ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സ്നാപ്ചാറ്റ് ഇപ്പം ഇവിടെ അത് നമ്മള് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് മേടിച്ചാൽ നമ്മുടെ ഫിൽറ്റർ ഇടുന്ന ബാക്കിയുള്ളവർ ട്രോളാൻ വേണ്ടി നമുക്ക്. പക്ഷെ പുറത്തുള്ള ആൾക്കാർ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് അതിന്റെ യൂസ് വെച്ചാൽ മറ്റേ നമ്മള് വിളിക്കും പോകുന്നുണ്ടോ എവിടെയും പോകുന്നുണ്ടോ, അപ്പൊ അതിന്റെ കൺഫർമേഷൻ ഇപ്പൊ നമുക്ക് നമ്മൾ ഡെയിലി ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരല്ലേ മറ്റേ എത്ര മണിക്കാ പോകുന്നത് അങ്ങനെ വിളിച്ചു വെക്കലുണ്ട്. ഒരാൾ വന്നു ഒരു സ്നാപ്പ് ഇട്ടു അപ്പൊ ആടെ എത്തിയ ആള് നമ്മളെ ക്ലബിലായാലും ഒരാൾ ഏടി ഉണ്ട് കോണ്ടാക്ടിന്റെ ആവശ്യം വരുന്നില്ല, ലൈവ് ലൊക്കേഷന്റെ ആവശ്യം വരുന്നില്ല. കറക്റ്റ് എവിടെ ഉണ്ട്. നീ ഇപ്പൊ ഇന്ന് കണ്ണൂർ പോയിട്ട് നീ എന്തെങ്കിലും ആയിട്ട് ഒരു സ്നാപ്പ് ഇട്ടിട്ടുണ്ടോ? അപ്പൊ കണ്ണൂരല്ലേ അങ്ങനെ മനസ്സിലാവും. അത് ശരിക്കും ഞാൻ ചോദിച്ചത് സ്നാപ്ചാറ്റ് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് ഉണ്ടാക്കിയ ന്യൂഡ് ഫോട്ടോ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു ആപ്പാണ്. അങ്ങനെയാണ് പൈസ. അത് മാറി 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 വന്ന് ഇപ്പം എന്ന് വെച്ചാൽ എല്ലാരും യൂസ് ചെയ്യാൻ തുടങ്ങി. ഫോട്ടോ ഷെയറിംഗ് ഒരു ആപ്പ് തന്നെ. സോഷ്യൽ മീഡിയയില് ഇപ്പൊ നോക്കുമ്പോ ഓപ്പൺ സ്പീച്ച് ഏറ്റവും കൂടുതൽ വരുന്ന ട്വിറ്ററിലാണ്. ഇപ്പം വന്ന എക്സ് ട്വിറ്ററിലെ പേര് മാറിട്ട് എക്സിലേക്ക് അതിലെന്ന് വെച്ചാൽ സെൻസറിങ് ഇല്ല. അതിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായില്ലേ അന്ന്. ശരിക്കും പറഞ്ഞാല് അന്ന് ആ ഒരു ടൈം ഈ നമ്മളെ മീഡിയാസ് കാണിച്ച ഒട്ടുമുക്കാൽ വീഡിയോസും ഈ എക്സിൽ നിന്ന് എടുത്ത വീഡിയോസാണ്. അതായത് ആടുന്ന് ഓരോ ആൾക്കാർ ഇടും, അപ്ലോഡ് ചെയ്യും, ഇങ്ങനെ സംഭവം ഉണ്ടായി അങ്ങനെ സംഭവം. അതിലെന്ന് വെച്ചാൽ ഈ സെൻസറിങ് ഒന്നും പരിപാടിയില്ല, എന്ത് നടന്നാലും അതിലിടും. അപ്പൊ ആ സെയിം സാധനമാണ് കുറെ വീഡിയോസ് യൂസ് ചെയ്ത്. കോമ്പിനേഷൻ വന്നിട്ടില്ലേ ത്രെഡ്സ്. പക്ഷെ ഇല്ല, അത് അധികം യൂസിങ് കുറവല്ലേ. അവർ നേടി എത്തിയില്ല. എക്സ് എന്ന് പറഞ്ഞാല് ഒഫീഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനോ ആരായാലും ഒരു VVIP എന്ന് പറയുന്ന ആൾക്കാര് അവർ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം എക്സിലെ കൂടെ അവർക്ക് ആ ഒരു ഇപ്പം ആ ഒരു സംഭവം ഉണ്ട്. നല്ലതില് അന്ന് ആ വേണിച്ച ടൈം എന്തെങ്കിലും പ്രശ്നം ട്വിറ്ററിൽ ഈ ഓപ്പൺ സ്പീച്ച് എടുത്തു കളയുന്നത് എല്ലാം സെൻസർ ചെയ്തിട്ട് ഇടൂലു എന്ന് പറഞ്ഞുതരാമോ വേണിച്ചത്. അങ്ങനെ പറ്റൂല. ഇത് സെൻസർഡ് അല്ലല്ല, അതിനൊന്നിനുമില്ല സെൻസറിങ് സംഭവമില്ല. ഒരാളെ കൊല്ലുന്ന വീഡിയോ അതുവരെ കാണിക്കും അതില്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ സംഭവം ഫേസ്ബുക്കില് ഈ ഇന്നിപ്പോ കാണുന്ന കുറെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതായത് ഈ ഒരു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങനത്തെ ഒരു ചാനലുണ്ട്. അങ്ങനെയുള്ള ചാനലിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് തുടങ്ങിയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ തുടങ്ങിയൊരു പേജ് ആയിരുന്നു. അവരിപ്പോ മാറി അതിപ്പോ ചാനൽ എന്ന് വെച്ചാൽ യൂട്യൂബ്, അതായത് സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന കുറെ ചാനലുകൾ മെയിൻ ആയിട്ടുള്ള ഒരു ചാനലാണ് ഇപ്പൊ അത്.
ആ ആറാട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ ആ ഒരു ടൈമാണ് ഈ പറഞ്ഞ ആറാട്ട് എന്ന് പറഞ്ഞ ഒരാള് അങ്ങനെ ഒരു സംഭവം വന്നത്. റിവ്യൂ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ കുറെ അണ്ണന്മാര് വന്നത്. അതായത് ഒരാൾ സിനിമ റിവ്യൂ ആ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് മിഥുൻ അല്ല മിഥുനണ്ണനാ അത് ഒരു എല്ലാരും ഫോട്ടോക്കും ഇവന്റെ തല മുറിച്ച് വെച്ചിട്ടില്ലേ അവസാനം. അതായത് 10-20 വയസ്സുള്ള തോന്നുന്നു. 16 വയസ്സിലെ ഈ യമാലിന്റെ പടി ചെയ്യുന്ന ഫോട്ടോ അന്നല്ല മറ്റേ ഏതൊരു നട സായി എടുത്തേക്കുന്നേ അത് സുരേഷ് ഗോപിയുടെ പോലെ മാധവ് സുരേഷിന്റെ അങ്ങനെ കുറെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു ഒരു സ്പേസ് തന്നെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഉണ്ണിക്കണം വന്നു കേട്ടോ. ആരിലില്ല അതന്നെ ഞാൻ ഷെയർ ചെയ്യുന്ന കമന്റ് ചെയ്യുന്ന ഇതിന്റെ വായ്പ കൊണ്ടാത് ആൾക്കാരിങ്ങനെ ഇതിനാടാ ഒരു കുറെ ആൾക്കാർ ഈ സർക്കാസം പോലെ കുറെ ആൾക്കാർ നല്ല അടിച്ച് കമന്റ് ഇടുന്നു. അപ്പൊ ഇവര് വിചാരിക്കുന്ന വെച്ചാൽ ശരിക്കും നമ്മൾ അടിപൊളി. പക്ഷെ ആറാട്ടാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ പറഞ്ഞു ഇവിടെ ഇപ്പം വൾഗാരിറ്റിക്കും ഉടത്തരത്തിന് അന്ന് റേറ്റിംഗ് കൂടുതൽ ആൾക്കാർ ഇല്ലാത്ത കൊറേ കാര്യത്തിന് നല്ല ഫാൻസ് ബോംബട്ടീനോ കൊക്കട്ടീനോ ആ ഒരു അർത്ഥം ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റലിന്നാ അങ്ങനെ എന്തോ വന്നത് ശരിക്കും വന്നത്. അതിപ്പോ ഉണ്ട് ഇത് ഓടിക്കൊണ്ട് പുതിയ വേഷത്തിലോ എന്തുകൊണ്ട് അലി അലി തൊപ്പിയിട്ടില്ല പക്ഷെ അപ്പൊ നമ്മുടെ ലിംഗ സ്ഥാനം ഫസ്റ്റ് വരും അക്കേണ്ട ഫീൽഡിലാ. അല്ലല്ല ഈ പറഞ്ഞ രണ്ട് സാധനം അനക്ക് ഇവനാണ് തുടങ്ങിയത്. പിന്നെ മോച്ചിണ്ട് കറങ്ങുന്നേ നിങ്ങളായിട്ടാണ് നമുക്കെല്ലാം കിട്ടുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയന്റെ ഇപ്പം നമ്മളിപ്പം ആ ഒരു ട്രാൻസിഷൻ ഉണ്ടായില്ല. അത് ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് യൂസ് ചെയ്യാത്ത ആൾക്കാർ യൂട്യൂബ് യൂസ് ചെയ്യുക, ബ്ലോഗ് കാണുമെന്നുള്ള സംഭവം ഇപ്പൊ ഉണ്ടായെന്ന് വെച്ചാല് കൊറോണന്റെ കുറച്ച് മുന്നേ ജിയോ വന്ന ടൈം ജിയോ അൺലിമിറ്റഡ് 4G ആ സംഭവം തരാൻ തുടങ്ങിയ പിന്നെയാണ് 4G തരാൻ തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാര് ബ്ലോഗ് അങ്ങനെ സംഭവം ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് മുന്നേ വെച്ചാൽ ഇപ്പം 29 റുപ്യക്ക് എത്രയാ ഒരു ജി അത്രയുണ്ടായി ജി ബി ഇല്ല അങ്ങനെ യൂസ് ചെയ്യാനല്ലേ 300 MB കൂപ്പം പോയിട്ട് 300 അതല്ല ഒരു നമ്പറും ചിലപ്പോ ഗതിയോടുള്ള ഒരു നമ്പറിലും പോവും. പിന്നെ ആ നമ്പർ ഏതാ കണ്ടുപിടിക്കണം വായിച്ച് 1 മുതൽ ശരിക്കും ഡിജിറ്റൽ സംഭവം ആ ഒരു ട്രാൻസിഷൻ ഉണ്ടായത് ഈ പറഞ്ഞ ജിയോക്ക് ശേഷം. അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ടിക്ടോക്ക്, യൂട്യൂബ്, ടെക്നോളജിന്റെ വളർച്ചയിൽ തന്നെ നമ്മൾ ക്യാഷ് ലിക്വിഡ് ക്യാഷ് അങ്ങനെ യൂസ് അതും മാറി. ഗൂഗിൾ പേ അങ്ങനത്തെ കമ്പനി എല്ലാം മാറ്റാൻ കാരണം എഡ്യൂക്കേഷൻ വരെ ഓൺലൈൻ ആയില്ലേ ആ ഒരു കൊറോണ ശേഷം മുതൽ. അതെല്ലാം സോഷ്യൽ മീഡിയനെ കുറിച്ച് പറയാനല്ലോ കൊറേ കാലം നമുക്ക് പറയാൻ പറ്റുന്നില്ല. കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ചർച്ച തീരൂല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ സംഭവം പരിമിതി ഇല്ലോണ്ട് നമുക്ക് അധികം ചർച്ച ചെയ്യാൻ പറ്റൂല ഇതിനെ കുറിച്ച്. ഏകദേശം പറഞ്ഞു കുറെ കാര്യങ്ങളോട് നമ്മൾ സംസാരിച്ചു. തൊട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാം. അടുത്ത എപ്പിസോഡിൽ നല്ല പുതിയൊരു കണ്ടന്റുമായിട്ട് നമ്മൾ ഓക്കെ.